ഹലോ എവരിവൺ, സിക്സ് മിസൈഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലത്ത് നമുക്ക് പാലിക്കാൻ പറ്റുന്ന കുറച്ച് ഈസി സ്കിൻ കെയർ ടിപ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി വേനൽക്കാലത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, കരിവാളിക്കൽ, ചൂടുകുരു, മുഖക്കുരു, റാഷസ്, നിർജ്ജലീകരണം, ഫംഗൽ ഇൻഫെക്ഷൻ, പിന്നെ വരണ്ടുപോകൽ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുഴപ്പങ്ങൾ. മേൽപ്പറഞ്ഞവയിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ? ഒന്നാമത്, മുഖം വൃത്തിയായി കഴുകണം. അമിതമായി കഴുകണമെന്നല്ല, ദിവസങ്ങൾ 2 തൊട്ട് 3 തവണയെങ്കിലും കഴുകണം. ഇങ്ങനെ വേനൽക്കാലത്തുള്ള ചൂടിൽ നിന്നും പൊടിയിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. മുഖത്ത് സോപ്പിനെക്കാളും ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാവും നല്ലത്. രണ്ടാമതായി, മോയ്സ്ചറൈസർ പുരട്ടണം, പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർ. വേനൽക്കാലത്ത് ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആവും ഉചിതം. മൂന്നാമതായി, സൺസ്ക്രീൻ. ഇത് എല്ലാവരും നിർബന്ധമായും പുരട്ടേണ്ടതാണ്. കാരണം വേനൽക്കാലത്ത് സ്കിൻ സംരക്ഷണത്തിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണിത്. ഇത് സൂര്യന്റെ അപകടകാരിയായ രശ്മികളിൽ നിന്നും സ്കിന്നിനെ സംരക്ഷിക്കുന്നതാണ്. SPF 30 മുകളിലുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കുന്നത്. മുഖത്ത് മാത്രമല്ല, സൂര്യന്റെ അപകടകാരിയായ രശ്മികൾ പതിക്കുന്ന കഴുത്തിലും ചെവിയിലും കയ്യിലും ഒക്കെ സൺസ്ക്രീൻ പുരട്ടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറത്തു പോകുന്നതിന് ഒരു അരമണിക്കൂർ മുൻപേ സൺസ്ക്രീൻ പുരട്ടണം. അതിനുശേഷം 2 മണിക്കൂർ ഇടവിട്ടിട്ട് വീണ്ടും പുരട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഒരു വൈകുന്നേരം വരെ ഇങ്ങനെ 2 മണിക്കൂർ ഇടവിട്ടിട്ട് പുരട്ടേണ്ടതാണ്. അത് മാത്രമല്ല, കുളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നല്ലോണം വിയർത്തതിന് ശേഷമോ വീണ്ടും ഇത് പുരട്ടേണ്ടതാണ്. മുഖത്ത് പുരട്ടുന്ന വെയിൽ നോൺ കൊമഡോജനിക്, അതായത് മുഖക്കുരു ഉണ്ടാക്കാത്തവ, ഇത് ചോദിച്ച് വാങ്ങി പുരട്ടേണ്ടതാണ്. അഞ്ചാമതായിട്ട്, ചുണ്ടിലാണെങ്കിൽ SPF 30 മുകളിലുള്ള ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ലിപ് ബാമോ പുരട്ടേണ്ടതാണ്. കൈകൊണ്ട് മുഖം കഴിവതും തൊടാതിരിക്കുക. കാരണം ഇതുമൂലം കയ്യിലെ കീടാണുക്കളും അഴുക്കും മുഖത്ത് തട്ടാനും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുഖക്കുരു ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് പൊട്ടിക്കാതിരിക്കുക. ഇതുമൂലം കറുത്ത പാടുകളും സ്കാറും ഒക്കെ ഉണ്ടാവാൻ ഇടയാവും. കുളിക്കുമ്പോൾ അധികം നേരം വെള്ളത്തിൽ സമയം ചിലവിടാതിരിക്കുക. ഇതുമൂലം സ്കിൻ ഡ്രൈ ആവാനും എക്സിമ പോലത്തെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, ചൂടുവെള്ളവും കഴിവതും ഒഴിവാക്കുക. വെയിലത്ത് നേരിട്ട് പോകുന്നത് ഒഴിവാക്കുക. പോകേണ്ടി വന്നാൽ കുട ചുടുകയോ തൊപ്പി സൺഗ്ലാസസ് ധരിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. 10 മണി തൊട്ട് 3 മണി വരെയുള്ള വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാകുന്നത്. ഈ സമയത്ത് കഴിവതും പുറത്ത് പോകേണ്ടതിന് ഇരിക്കുക. വെള്ളം നല്ലോണം കുടിക്കണം. പിന്നെ പോഷകാഹാരം നിറഞ്ഞ ഭക്ഷണം കഴിക്കണം. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കരുത്. നിങ്ങൾക്ക് ഉപയോഗിക്കണം നിർബന്ധമാണെങ്കിൽ കുപ്പായത്തിൽ സ്പ്രേ അടിക്കാവുന്നതാണ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ചിറങ്ങിയ ആൾക്കാർ സാധാരണ വെള്ളത്തിൽ മൊത്തം ഒന്ന് കഴുകി കളയുന്നത് നല്ലതാണ്. കാരണം ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ക്ലോറിൻ വെള്ളമാണ് ഉപയോഗിക്കാറ്. ഈ ക്ലോറിൻ വെള്ളം അങ്ങനെ കൂടുതൽ സ്കിന്നുമായിട്ട് ഇങ്ങനെ കൂടുതൽ നേരം കോൺടാക്ട് ഉണ്ടാകുന്നത് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാക്കാൻ ഇടവരും. അടുത്തത്, ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് മാത്രമേ വേനൽക്കാലത്ത് ഉപയോഗിക്കാവൂ. വേനൽക്കാലത്ത് നിങ്ങൾക്ക് എല്ലാം പാലിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള സ്കിൻ കെയർ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.